ഇതെന്താണെന്നറിയോ? ഇതാണ് കുന്തിരിക്കം. ഞങ്ങളിത് കുന്തിരിക്കം ഉരുക്കിയെടുക്കാറ് കേട്ടോ. ഇത് കണ്ടോ? ഇത് എടുത്തിട്ടാണ് ഞങ്ങൾ തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കുന്നൊരു ശീലമുണ്ട്. അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് വയറ് കാലത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു ശീലമായിട്ട് മാറിയിരിക്കുക. പുറത്ത് നല്ല കിളികളുടെ ശബ്ദവും കേൾക്കാൻ നല്ല രസമുണ്ട്. കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. 1 വർഷം മുൻപാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടത് തന്നെ. അപ്പോൾ കാലത്ത് എണീറ്റ് അടുക്കളയിലത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ടാണ് കേട്ടോ ഞാനിന്ന് മിറ്റടിച്ചത്. അപ്പോൾ ഇതിലെ തൊഴിലുറപ്പിന് പോയ ചേച്ചിമാർ കടന്നു പോകുമ്പം 2-3 ദിവസമായിട്ട് മഴ കാരണം ഞാൻ തൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പോണത് കേട്ടു, ഇന്ന് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയണത് കേട്ടു. നമ്മളത് കേട്ടു എന്നേ ഉള്ളൂ. ആരാ പറഞ്ഞേന്നോ എന്തോന്നും എനിക്കറിയില്ല. എന്തോ ആയിക്കോട്ടെ. അപ്പം ഇന്ന് ഒറോട്ടിയാണ് ഉദ്ദേശിച്ചത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ പോണേക്കാളും മുൻപ് ചോറുണ്ടാക്കണം. അപ്പോൾ ചോറ് 2 പേർക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഒരാൾ 6:30 ആകുമ്പോൾ പോകും വീട്ടിൽ നിന്ന്, ഒരാൾ 7:30 പോകും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. വെച്ച സാധനങ്ങൾ എവിടെയാണെന്നുള്ള തിക്കും തിരക്കും ബഹളത്തിലാണ് കേട്ടോ. എൻ്റെ ചോറ് വെന്തു, ഇനി അത് വാർക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ ഒറോട്ടി ഞാൻ അടുപ്പയിലിട്ടിട്ടുണ്ട്. അതിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം ഇനി കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങളിവിടെ കുടംപുളി പുകയ്ക്കാനായിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീ കെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഇതായിരിക്കും. ഇത് പുകച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ താളി കത്തുകയും ചെയ്യും. അപ്പോൾ പാത്രം കഴുകലൊന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത വീട്ടിൽ ഒരു കൊച്ചും അതിൻ്റെ പിള്ളേരും കൂടി നടന്നു പോവുക. അപ്പോൾ എൻ്റെ മോനെ വിളിച്ചു. അപ്പോൾ അവരോട് കസർത്ത് പറഞ്ഞു നിൽക്കുന്ന സമയം ഇത്. അവരുടെ അച്ഛന് വയ്യാണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞാൽ എനിക്ക് നേരം വൈകിക്കൊണ്ടിരിക്കുക. നമ്മളോട് വർത്തമാനം പറയാൻ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ വർത്തമാനം പറയാൻ വരുമ്പോൾ നമ്മൾ വർത്തമാനം പറയാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വർത്തമാനമൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ പാത്രം കഴുകലിലേക്ക് കയറി. കാരണം ഇനി ഒന്നേന്ന് തുടങ്ങണം. കാരണം ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇനി ഇവർ 2 പേരും കൂടിയിട്ടും ഭക്ഷണം കൂടി കഴിച്ച് കഴിഞ്ഞാൽ അവരുടെയും കൂടിയും കഴുകി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പുകഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞാൽ തീ ആളി കത്തിക്കൊണ്ടിരിക്കുക. ചില സമയങ്ങളിൽ നമ്മളൊന്ന് തീ പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കത്തത്തുമില്ല. ഭയങ്കര വെള്ളം ദാഹം. കുടിവെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് എണീക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമുള്ളതാണ്. ആഗ്രഹമല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 2 ഗ്ലാസ് വെള്ളം അത് ദിവസം കുടിക്കും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇങ്ങനെ കുഞ്ഞിന് ചോറാക്കുന്ന ധൃതിയില്ല. അപ്പം 2ാമത്തെ ആൾക്കുള്ള ചോറ് റെഡിയായി. അപ്പോൾ അതിന് കക്കയിറച്ചി ഉണ്ടായിരുന്നു, പിന്നെ കിഴങ്ങ് മെഴുക്ക് പറ്റി ഉണ്ടായിരുന്നു, മുട്ട ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് അവളുടെ ചോറ് റെഡിയാക്കി. ഇനി അടുത്ത ആൾക്കാർ പോകാനുള്ള ധൃതിയിലാണ്. 2 പേരും കൂടി പോകാനുണ്ട്. 4 പേരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ഒതുങ്ങി. ഇനി എനിക്ക് അലക്കാനുണ്ട്, അലക്കിയത് വിരിക്കാനുണ്ട്, സ്റ്റെപ്പ് ഒന്ന് തുടയ്ക്കാനുണ്ട്. സ്റ്റെപ്പും എപ്പോഴും ചെടിയാണ്. കാരണം ചവിട്ടി കയറുന്നത് മാത്രമല്ല മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെളിയുണ്ട്. എനിക്ക് എന്നും തുടച്ചിടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമയം കിട്ടണ്ടേ. പിന്നെ എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിപ്പോവുക. ഇതാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ കുന്തിരിക്കം എനിക്ക് എന്താ പറയുക, അത് തിരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ തോടാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം പെട്ടെന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വെള്ളം എടുക്കണമെങ്കിലൊക്കെ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ തോടാണ്. അപ്പോൾ അലക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള കടലും കൂടി വെള്ളത്തിലിട്ട് ഫുഡും കഴിച്ച് പോകാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.